جايين من غزة هربين من الموت على جنوب أفريقيا. الحكومة في جنوب أفريقيا مش راضي تستقبلنا. احنا هنا عالقين في المطار، نرجو المساعدة. അഭയം തേടി വിമാനത്തിലെത്തിയ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ വിസമ്മതിച്ച സൗത്ത് ആഫ്രിക്ക. വംശഹത്യ കുറ്റം ചാർത്തി ഇസ്രായേലിനെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് അവിടെ പ്രതിക്കൂട്ടിലാക്കിയ സൗത്ത് ആഫ്രിക്ക. വംശഹത്യയുടെ, വംശവെറിയുടെ, പട്ടിണിക്കിടലിൻ്റെ ഒക്കെ ഇരകളായ ഗാസയിൽ നിന്നുള്ള ആളുകൾക്ക് വിസ കൊടുക്കാതെ വിമാനത്തിൽ 12 മണിക്കൂറിലധികം കാത്തിരുത്തിയ സൗത്ത് ആഫ്രിക്ക. وصلنا بعد عناء شاق الله بيعلم فيه يومين مستمرين من الشقاء والعناء من الباصات ومن الطيارات. تفاجأنا مفاجأة حزينة جدا إنه الدولة مش راضية تستقبلنا لنفوت، بس لأنه إحنا ناس جايين من حرب، إحنا ناس تدبرت بيوتنا، إحنا ناس أنا زوجي استشهد، أنا بيتي راح، أنا ما في عندي أي مكان أي ملجأ، إحنا وين نروح؟ بيكفي ما بنحكي إحنا افهمونا حسوا فينا بيكفي وين حقوق الإنسان وين Vindt u dat de screening die er zogezegd gebeurt van dus de Palestijnse asielzoekers die hier vrolijk komen binnengewalst, we zien de beelden van onze luchthaven in Zaventem, waar tieners uit Gaza komen binnengewandeld, omgeven door allerhande hulpverleners en politieagenten met een trui waar in het groot een M16 machinegeweer op staat. U haalt gewoon, de jihadisten haalt u gewoon al van kinds af binnen eigenlijk. Vindt u dat de screening van die mensen op punt staat? സാം വോൺ റൂയി എന്ന ഈ ബെൽജിയം രാഷ്ട്രീയക്കാരൻ, മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ നവംബർ 13 സംസാരിക്കവേ പരാമർശിച്ച വിഷയം, അവിടെ ബ്രസൽസിൽ ഒക്ടോബർ മാസം അവസാനം എത്തിയ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ചില കുട്ടികൾ അവർ ധരിച്ച ഷർട്ടിലെ ചിത്രത്തെക്കുറിച്ചായിരുന്നു. ആ ചിത്രം ഗാസയിലെ ഹമാസിൻ്റെ ഇഷ്ട ആയുധമായ M16 എന്ന മെഷീൻ ഗണ്ണിൻ്റെതായിരുന്നു. അതാണത്രേ ഇപ്പോൾ ഗാസയിലെ കുട്ടികളുടെ സ്വപ്നവും. ഈ സന്ദേശം ബെൽജിയംകാർക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് അറിയാം, അവർ ബെൽജിയത്തെ കാണുന്നത് ഒരു യൂസ്ഫുൾ ഇഡിയറ്റ് എന്ന രീതിയിലാണെന്ന്. യൂസ്ഫുൾ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദനായ ഒരു മൂഢൻ, മണ്ടൻ. അതായത് മറ്റുള്ളവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കപ്പെടുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ, സ്വന്തം കുഴി തോണ്ടുന്നയാൾ, ശുദ്ധമനസ്കനായ മണ്ടൻ. അഭയാർത്ഥികൾ എത്തുമ്പോൾ ആ അഭയം കൊടുത്ത രാജ്യത്തെ ആളുകൾ കാണേണ്ടുന്ന ഒരു ചിത്രം M16 എന്ന അസോൾട്ട് റൈഫിൾ ആയിരിക്കണമെന്ന് ആരോ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കറിയാം, മുതിർന്നവരായിട്ടുള്ള ആളുകൾ, അഭയാർത്ഥികൾ ബെൽജിയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഷർട്ടിൽ M16 എന്ന മെഷീൻ ഗണ്ണിൻ്റെ ചിത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വിസ നിഷേധിക്കപ്പെട്ടേക്കാം. പക്ഷെ കുട്ടികളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് കുട്ടികളുടെ ഷർട്ടിൽ ഈ M16 എന്ന തോക്കിൻ്റെ ചിത്രം പതിച്ച് ആ സന്ദേശം അയച്ചത്. യഥാർത്ഥത്തിൽ കുട്ടികളെ ഒരു സന്ദേശവാഹകരാക്കുകയായിരുന്നു. എയർപോർട്ടിലെ നാടകം ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി
മുഖം രക്ഷിക്കാൻ വേണ്ടി ഈ ഗാസൻ അഭയാർത്ഥികളെ സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ഗാസക്കാരെ അവരുടെ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും പറിച്ചു നടാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ആരോപിച്ചു. ഈ ആരോപണം നടത്തിയത് സൗത്ത് ആഫ്രിക്കയുടെ വിദേശകാര്യമന്ത്രിയായിരുന്നു. ഈ ആരോപണത്തിന് ഒന്നുകൂടി ഒരു സ്പൈസിയാക്കി പലസ്തീൻ അതോറിറ്റിയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ വിമാനത്തിൽ ആളെ അയച്ചത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, അഥവാ മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗാസക്കാർ ഈ മനുഷ്യക്കടത്ത് നടത്തുന്നവരുടെ പിടിയിൽ പെടരുത് എന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഈ ഉത്ബോധനം പക്ഷേ ബെൽജിയത്തിലേക്കോ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലേക്കോ വരുന്നവർക്ക് ബാധകമല്ല. അത് മനുഷ്യക്കടത്തിൻ്റെ ഗണത്തിൽ പെടില്ല. ബെൽജിയം 2023 തുടർന്നുണ്ടായ യുദ്ധത്തിൻ്റെ സമയം തൊട്ട് ഇന്നുവരെ 850ഓളം ആളുകൾക്ക്, പലസ്തീനികൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യക്കടത്തല്ല. മനുഷ്യക്കടത്തുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്ക് അടക്കമാണ്. കാരണം സൗത്ത് ആഫ്രിക്കക്കാരന് പലസ്തീനികൾക്ക് അഭയം കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ പലസ്തീനികൾക്ക് വേണ്ടി പ്രസംഗിക്കും. ബെൽജിയമാണ് ഈ ഗാസയിൽ നിന്ന് വന്ന 150ഓളം വിമാനത്തിൽ വന്ന അഭയാർത്ഥികളെ വിമാനത്തിൽ കാത്തിരുത്തി 12 മണിക്കൂറോളം അവരെ മുൾമുനയിൽ നിർത്തിയിരുന്നതെങ്കിൽ തീർച്ചയായും നമുക്കവരെ റേസിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇസ്ലാമോഫോബെന്നോ മറ്റോ വിളിക്കാമായിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്കക്കാരെ അത് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. കാരണം അവർ മനുഷ്യാവകാശത്തിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു. മിക്ക അറബ് രാജ്യങ്ങൾക്കും പലസ്തീനികളായിട്ടുള്ള ആളുകൾ അവരുടെ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ട് വരുന്നത് താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ്. ഈ ലെബനൻ, അതുപോലെ സിറിയ എന്നീ രാജ്യങ്ങളിൽ ജീവിക്കുന്ന പലസ്തീനികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും അതുപോലെ ജോലിയുടെ കാര്യത്തിലും നല്ല നിയന്ത്രണങ്ങളുണ്ട്. സംഭവം സഹോദരന്മാരാണ്, പക്ഷേ അവർക്ക് അവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇല്ല എന്നതാണ് വസ്തുത. 1970 ജോർദാനിലെ ഹാഷിമൈറ്റ് രാജവംശത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച കൂട്ടരായിരുന്നു ഈ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന യാസർ അറഫാത്തിൻ്റെ സംഘടന. 1990 സദ്ദാം ഹുസൈൻ കുവൈറ്റ് കീഴടക്കിയപ്പോൾ അതിനെ അനുകൂലിച്ച ഏക സംഘടന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനായിരുന്നു. ഇനി സൗത്ത് ആഫ്രിക്കയെ പോലെ തന്നെ പലസ്തീനെ സ്നേഹിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഒരു ക്ലൂ തരാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ദാറുൽ ഇസ്ലാമിൻ്റെ ഭാഗമായിരുന്നു. അതെ, സ്പെയിൻ, അൽ സ്പെയിൻ. അവരും ഈ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ ചാർജ് ഷീറ്റ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ പൂർണ്ണമായും പിന്തുണച്ച രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ അൽ സ്പെയിൻ. അവരും പ്രസംഗിക്കും. അതാണ് അവരുടെ നയം. പ്രസംഗം എന്ന് വെച്ചാൽ പലസ്തീനികളുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് പലസ്തീൻ രാജ്യം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിക്കും. അഭയാർത്ഥികളായിട്ട് വരുന്നവരെ അവിടെ പ്രവേശിപ്പിക്കാൻ, അവിടെ താമസിപ്പിക്കാൻ കുറച്ചൊരു മടിയുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറച്ച് പലസ്തീനികളായിട്ടുള്ള അഭയാർത്ഥികളെ താമസിപ്പിച്ച, അവിടെ സ്വീകരിച്ച രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളോ 4 രാജ്യങ്ങളിലോ ഒന്നാണ് ഈ സ്പെയിൻ എന്ന വളരെ ഹൃദയവിശാലതയുള്ള ഈ രാജ്യം. അവരുടെ നിലപാട് വളരെ ലളിതമായി പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാം, നിങ്ങൾക്ക് വേണ്ടി പൊതുമണ്ഡലങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാം, പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരേണ്ട എന്നുള്ളതാണ്.
ഏത് രാജ്യത്തും യുദ്ധക്കെടുതി ഉണ്ടാകുമ്പോൾ ആ രാജ്യത്ത് നിന്നുള്ള ആളുകൾ അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. മറ്റ് രാജ്യങ്ങൾ അവർക്ക് അഭയം കൊടുക്കും. യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യുക്രൈനിലുള്ള ആളുകൾ അഭയാർത്ഥികളായി പോയി അവർക്കവിടെ അഭയം കിട്ടുകയും ചെയ്തു. എന്നാൽ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികൾ അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകരുത് എന്നാണ് തീരുമാനം. കാരണം അങ്ങനെ പോകുന്നത് മനുഷ്യക്കടത്താണ്. അവർ ഗാസയിൽ തന്നെ നിൽക്കണം. എന്നിട്ട് ഈ ഇസ്രായേൽ എന്ന രാജ്യം നടത്തുന്ന ജനസൈഡിന്, പട്ടിണിക്കിടലിന് ഒക്കെ വിധേയമാവണം. കാരണം ഹമാസിൻ്റെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഈ ഗാസയിലെ പാവം ജനങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് നിശ്ചയം. ചുരുക്കത്തിൽ ഈ പലസ്തീൻ എന്ന കഥ വെച്ചുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക മനുഷ്യാവകാശത്തിൻ്റെ കാവലാൾ എന്ന് അഭിനയിക്കുന്നത്, അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത്. അതുപോലെ ബെൽജിയം പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് എപ്പോഴും നേടുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടായി കൊടുക്കുന്നത് ഈ പലസ്തീൻ എന്ന കഥയാണ്. ആ കഥ കൊണ്ടാണ് ഇവരെല്ലാം സ്വയം വീർപ്പിക്കുന്നത്. പാവം ബെൽജിയം ബ്രസൽസിലെ വിമാനത്താവളത്തിൽ അഭയം തേടി വന്ന ആ പലസ്തീൻ കുട്ടികളുടെ ഷർട്ടിൽ പതിച്ച M16 എന്ന അസോൾട്ട് റൈഫിളിൻ്റെ ചിത്രം വെറും ചിത്രം തന്നെ ആയിരിക്കട്ടെ. ടെററിസത്തോടും അതുപോലെ അക്രമത്തോടൊക്കെയുള്ള ഈ ആരാധന അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഒരു ഉൽപ്പന്നമാണ്. പക്ഷേ നാളെ അത് ചിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. ഗുഡ് ലക്ക്.